ശ്രുതിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഷോയിൽ കൊണ്ടുവരണം. കാരണം ശ്രുതി ഇങ്ങനെ പാട്ടുകളെ പറ്റിയിട്ടും അതിൻ്റെ പിന്നാമ്പുറ കഥകളൊക്കെ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എന്ത് ചെയ്യാണ് ബേസിക്കലി? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ലക്ഷ്മി ചേച്ചിയുടെ ഹായ് പറയണം. കാരണം ഞാൻ ഒരുപാട് നാളായി ടി വിയിൽ കാണുന്ന ഒരാളാണ്. സോ വെരി ഹാപ്പി ടു സീ യു ഇൻ പേഴ്സൺ. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ആർക്കിടെക്ചർ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് 2.5 years ആയിട്ട് ഫുൾ ടൈം മ്യൂസിഷ്യൻ ആയിട്ടാണ്. ബാൻഡ് അങ്ങനെ വർക്ക് ചെയ്യാണോ? എങ്ങനെയാണ്? ഞാൻ ലീഡ് സിംഗർ ആയിട്ടൊരു അറബിക് ബാൻഡ് ഉണ്ട്. അറബിക് ബാൻഡ്? ഒരു അറബിക് ബാൻഡ് മെഹർബാൻ. അത് എവിടെയുള്ളതാണ്? കേരളത്തിലുള്ളതാണ്? കൊച്ചി ബേസ്ഡ്. കൊച്ചി ബേസ്ഡ് ഒരു ടർക്കിഷ് അറബിക് ബാൻഡ് ഉണ്ട്. ഓക്കെ, അതിലാണ് ഞാൻ ലീഡ് ആയിട്ടുള്ളത്. അതർവൈസ് ഞാൻ അതിൽ ഏത് ലാംഗ്വേജ് ആണ്? അറബിക് സോങ്സ് ആണോ? അറബിക് ടർക്കിഷ് സോങ്സ് ആണ്. ഓ, അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു ഷോയിൽ ആ ഒരു പാട്ട് ഏതെങ്കിലും ഒരു അറബിക് സോങ് അതിൽ പാടാറുള്ള സോങ്സ് ചെയ്യേണ്ടി വരും കേട്ടോ. അതിപ്പോ തന്നെ ഒരു ജസ്റ്റ് ഒന്ന് മൂളി തരുമോ? പിന്നെന്താ. ഓക്കെ. مش كفاية عليك تجرحني حرام عليك انت ايه انت لي دموعي حبيبي تنعلي طب وليه انا راضي عليك تجرحني واروح فيك طب وليه يعني ايه راضية بعذابي بين ايديك مش كفاية عليك تجرحني حرام عليك انت ايه انت لي دموعي حبيبي تنعلي طب وليه انا راضي عليك تجرحني واروح فيك طب وليه يعني ايه راضية بعذابي بين ايديك لو كان ده حب يا ولي منه لو كان ده ذنبي مكتوب انه لو كان نسيب عايش في جراح عايش في جراح لو كان ده حب يا ولي منه لو كان ده ذنبي مكتوب انه لو كان نسيب عايش في جراح عايش في جراح. അടിപൊളി അടിപൊളി അടിപൊളി. അല്ല, ഈ ഞാൻ ആക്ച്വലി ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ടെന്നൊന്നും എനിക്ക് തീരെ അറിയണ്ടായിരുന്നില്ല. അത് അറബി അറിയോ? ഞാൻ ബോൺ ആൻഡ് റേസ്ഡ് ഖത്തറിലാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ എക്സ്പോഷർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് അവിടെ മൊത്തം അറബികളായതുകൊണ്ട് എനിക്ക് അറബിക് പാടാൻ പേടിയായിരുന്നു, ടു ബി ഓണസ്റ്റ്. ഇവിടെ വന്ന് ആ ലോക്ക്ഡൗൺ സമയത്ത് വർക്കൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് ആക്ച്വലി എൻ്റെ ചില പ്ലേലിസ്റ്റെല്ലാം കേട്ട് എനിക്ക് ആകെ മടുപ്പായി. അപ്പോൾ എന്നാൽ ഡിഫറെൻ്റ് ആയി ഇതിൽ കേട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ അറബിക് മ്യൂസിക് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ആ ക്യൂരിയോസിറ്റി ഇതായതും. ആൻഡ് വെരി ആക്സിഡൻ്റലി കൊച്ചിയിലേക്ക് ഞാൻ റീലൊക്കേറ്റ് ആയപ്പോൾ ഒരു ആൾ വന്ന് ഇങ്ങനെ അറബിക് പെർഫോം ചെയ്യുമോ എന്ന് ചോദിച്ച് ഫസ്റ്റ് ടൈം അവിടുത്തെ ലുലു മോളിലും ഇവിടുത്തെ ട്രിവാൻഡ്രം ലുലു മോളിലും ആണ് ആദ്യമായിട്ട് പെർഫോം ചെയ്തത്.